2020 NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് രാജി. പുതുർക്ക പഞ്ചായത്ത് പ്രസിഡന്റ് പൂജ ജോമോനാണ് രാജിവെച്ചത്. സാബു എം ജേക്കബ് പരോക്ഷമായി ഭീഷണിപ്പെടുത്തിയെന്നും പൂജ ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിയോടെ 2020ക്ക് പുതുർക്ക പഞ്ചായത്ത് ഭരണവും നഷ്ടമാകും. ഞാൻ 2020 എന്ന സ്വതന്ത്ര ഒരു പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് പ്രസിഡൻ്റായത്. എന്നാൽ എൻ്റെ ആദർശങ്ങളും അതേപോലെ തന്നെ എൻ്റെ ചിന്താഗതികൾക്ക് അപ്പുറമായിട്ട് വിരുദ്ധമായിട്ട് അവർ NDAയിൽ ചേർന്നു. അപ്പോൾ അവരുടെ ആദർശങ്ങളും തത്വങ്ങളും ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മാത്രമല്ല എനിക്ക് ഒരു നിലപാടുണ്ട്, അതായത് മതേതര രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഞാൻ 2020 നിന്നാൽ അത് എന്നെ ജയിപ്പിച്ച എൻ്റെ ജനങ്ങളോട് ഉള്ള ഒരു വഞ്ചനയായി തീരും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം, മെമ്പർ സ്ഥാനം, അതുപോലെ തന്നെ 2020 എന്നുള്ള സ്ഥാനവും രാജിവെക്കാൻ തീരുമാനിച്ചു. എന്നെ സാബു എം ജേക്കബ് വിളിച്ചിട്ട് രാജിവെക്കുകയാണോ, ഇങ്ങനെ രാജിവെച്ച ഒരു മെമ്പർ സ്കൂൾ ബസ് ഇടിച്ച് ഒരു പോറൽ പോലും ഇല്ലാണ്ട് മരണപ്പെട്ടു. അവരുടെ കുടുംബവും നശിഞ്ഞു പോയി. അപ്പോൾ അത് ദൈവം വരുത്താതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാരണം ഇത്രയും ഇൻഡയറക്റ്റായിട്ട് നമ്മളെ പറയുമ്പോൾ നമുക്ക് അതിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാജി സമർപ്പിക്കുന്നത്. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിബി, തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രാജിക്ക് കാരണം? ഒപ്പം ഇത് പഞ്ചായത്ത് ഭരണകൂടം നഷ്ടമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാബു എം ജേക്കബ് എങ്ങനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പൂജ പറയുന്നത്? അനീഷ, ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് 2020 ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പുതുർക്ക പഞ്ചായത്തിന്റെ ഭരണം 2020 ലഭിച്ചിരുന്നു. ആ ഭരണവും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് സാബു എം ജേക്കബിനും 2020ക്കും വലിയ തിരിച്ചടി തന്നെയാണ്. പുതുർക്ക പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പൂജ ജോമോനാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ 2020 NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുന്നതായി അറിയിച്ചത്. അതായത് ഒരു മതേതര നിലപാടല്ല 2020 ഇപ്പോൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധിച്ച് രാജി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ അംഗത്വവും 2020 അംഗത്വവും രാജിവെച്ചതായി പൂജ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവമായ കാര്യം, തന്നെ പരോക്ഷമായി സാബു ജേക്കബ് ഈ രാജിക്കാര്യം അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ഇപ്പോൾ പൂജ പറയുന്നു. മുൻപ് രാജിവെച്ച ഒരു മെമ്പർ സ്കൂൾ ബസ് ഇടിച്ച ഒരു പോറൽ പോലും ഇല്ലാതെ മരണപ്പെട്ടു. അവരുടെ കുടുംബവും പിന്നീട് നശിച്ചുപോയി. അത് ദൈവം വരുത്താതിരിക്കട്ടെ എന്ന് സാബു ജേക്കബ് പരോക്ഷമായി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. എന്തായാലും ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല, അതുകൊണ്ട് രാജിവെച്ചു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും അവിടെ 16 അംഗ പഞ്ചായത്തിൽ ഈ ഭരണം 2020ക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ 16 അംഗ ഭരണസമിതിയിൽ UDF 7, 2020 7, LDF 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. 7 എന്നിങ്ങനെ വന്നപ്പോൾ നറുക്കെടുപ്പിലൂടെയായിരുന്നു 2020 അവിടെ ഭരണത്തിലെത്തിയത്. സ്വാഭാവികമായും അവിടെ ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീടായിരിക്കും ഇതിൽ കോൺഗ്രസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഒരു വാർഡിലേക്ക് പിന്നീട് തെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ 2020യുടെ നിലവിലുള്ള ഒരു പഞ്ചായത്ത് ഭരണം കൂടി നഷ്ടമാകുന്ന സാഹചര്യമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ പേർ 2020യിൽ നിന്നും അകലുന്നു എന്നുള്ളൊരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് കൂടി ഇതിലൂടെ വ്യക്തമാകുകയാണ്. ശരി, ഏതായാലും തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ 2020യോടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി. സിബി ഒരു കാര്യം കൂടി, ഈ പൂജ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇവർ നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്നു. നമ്മൾ ആ കാര്യവും ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസുമായോ അല്ലെങ്കിൽ ഇടതുപക്ഷമായോ ഈ രണ്ട് പാർട്ടിയുമായും ഇപ്പോൾ പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ രണ്ട് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് 2020യുമായി താൻ അടുത്തത്. അതുകൊണ്ട് തന്നെ താൻ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് നിലവിൽ പോകുന്നില്ല എന്നും പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യമാണ് ഇവർ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്.